ഇത്രയും കാലം അമേരിക്ക GCC രാജ്യങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു ഉറപ്പുണ്ട്. ഇവർ തമ്മിലുള്ള കരാറുകൾ, വ്യവസ്ഥകളെല്ലാം തകിടം മറിയുന്ന ഒരു കാഴ്ച കൂടി ഈ യുദ്ധത്തിൻ്റെ പരിണാമമായി നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ ഇറാനും അമേരിക്കയും തമ്മിൽ നടത്തിയ പോരാട്ടത്തിനൊടുവിൽ ഭീമമായ നഷ്ടം വന്നിരിക്കുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ്. കാരണം അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ബിസിനസ് ഏകദേശം തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയാണ്. മിഡിൽ ഈസ്റ്റിലെ ബിസിനസ് എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനം അറബ് രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം തന്നെയാണ്. അത് തകിടം മറിക്കാൻ റഷ്യയും ഇറാനും വൻ പദ്ധതിയായിരുന്നു ഇട്ടിരുന്നത്. അത് ഏറെക്കുറെ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തപ്പെടുന്നത്. ഖത്തറും സൗദിയും അമേരിക്കയെ പുറന്തള്ളിക്കൊണ്ട് അമേരിക്കയുടെ രീതികളും സമീപനങ്ങളും ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന മട്ടിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഖത്തറിലെ എയർബേസ് തകർത്തുകൊണ്ടായിരുന്നല്ലോ മുൻപ് അമേരിക്കയ്ക്ക് കൃത്യമായ മറുപടി ഇറാൻ കൊടുത്തത്. ഖത്തറിനെ ആക്രമിക്കാൻ ഇസ്രായേൽ നടത്തിയ ശ്രമം, ഇസ്രായേൽ മാപ്പ് പറയാൻ ശ്രമിച്ചെങ്കിലും ഖത്തർ എടുത്ത നിലപാട്, ഇതെല്ലാം നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട വിഷയം തന്നെയാണ്. ഏതായാലും GCC രാജ്യങ്ങളിൽ പലരും ഇറാനുമായി കരാർ വ്യവസ്ഥയിലേക്ക് നീങ്ങാൻ തയ്യാറെടുക്കുകയാണ്. അവിടെ മൂന്നാമതൊരു രാജ്യം ഉറപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യം റഷ്യയാണ്. റഷ്യയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും GCC രാജ്യങ്ങൾ പുതിയ ചുവട് വയ്ക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇറാൻ കഴിഞ്ഞ 2 ദശാബ്ദത്തിലേറെ കാലമായി അമേരിക്കയോട് പൊരുതുന്നത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയും അതുപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ വ്യക്തിത്വം സംരക്ഷിക്കാൻ വേണ്ടിയുമൊക്കെയാണ്. ഇറാനെ കൊണ്ട് പരമാവധി കഴിയുന്ന വിധത്തിൽ ഡിഫെൻഡ് ചെയ്തു വന്നിരിക്കുകയായിരുന്നു. നമുക്കറിയാം 12 ദിവസം ഇസ്രായേലുമായി നീണ്ടുനിന്ന യുദ്ധം. അന്ന് ഇറാനോട് അമേരിക്ക പറഞ്ഞ അൺകണ്ടീഷണൽ സറണ്ടർ, അതിനുശേഷം ഖത്തറിലെ എയർബേസ് തകർത്തുകൊണ്ട് ഇറാൻ നൽകിയ മറുപടിക്കൊടുവിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വരുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അപ്പോഴും അമേരിക്ക കഴുകൻ കണ്ണുകളോടെ ഇറാനെ തകർക്കാൻ മറ്റു മാർഗങ്ങൾ അവലംബിക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇവിടെയാണ് ഇറാൻ പുതിയ കണക്കുകൂട്ടലുകൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി തങ്ങളുടെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെയും അതുപോലെ തന്നെ പ്രധാനികളായിട്ടുള്ള നേതാക്കളെയുമൊക്കെ നഷ്ടപ്പെടേണ്ടി വന്ന സാഹചര്യം നന്നായിട്ട് ഇറാൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് വരും ദിവസങ്ങളിൽ ഇറാൻ പദ്ധതികൾ കുറച്ചുകൂടി മൂർച്ചപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അമേരിക്കയുമായി ഒരു സൗഹൃദമില്ല, ഒരു സംഭാഷണമില്ല. ഹോർമുസ് കടലിടുക്കിൽ എന്തൊക്കെ രീതിയിലുള്ള നിയന്ത്രണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നാലും അതിനെയൊക്കെ പൊളിച്ചെടുക്കാൻ കെൽപ്പ് തങ്ങൾക്കുണ്ട് എന്നാണ് ഇറാൻ വീണ്ടും വീണ്ടും അമേരിക്കയോട് ഗർജിച്ചുകൊണ്ട് പറയുന്നത്.